നമ്മൾ ദേ ഈ പീകോക്ക് ബ്ലൂ സാരിയുടെ കൂടെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ റെഡി. എങ്ങനെയുണ്ട് ഗൈസ് ഓവറോൾ ലുക്ക്? സാരിയും മാലയൊക്കെ എങ്ങനെയുണ്ട്, കമ്മൽ എല്ലാം എങ്ങനെയുണ്ട്? മമ്മ വരും, മമ്മയാണ് ഇപ്പൊ ഉടുപ്പിച്ചെന്ന സിന്ധാനിയുടെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മള് അതെ എല്ലാം ഫുൾ സാരി ഓർണമെന്റ്സ് എല്ലാം അമ്മയുടെയാണ്. അപ്പൊ നമ്മളിപ്പം എങ്ങോട്ടാ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? ഒരു സജഷൻ പറയാ, ബ്യൂട്ടി പാർലർ തുടങ്ങട്ടെ? അതെ അതെ, ബ്യൂട്ടി പാർലർ തുടങ്ങട്ടെ. അതെ, എന്താണ് അഭിപ്രായം? എല്ലാം എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും താഴെ പോയിട്ട് എടുത്താലോ? അപ്പൊ നമ്മൾ തിരിച്ചെത്തിയിട്ട് എന്ത് ചെയ്തു? ഡ്രസ്സൊക്കെ മാറി ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇവര് ഊര് തണ്ടാൻ വേണ്ടി ഇറങ്ങുവാണ് പുറത്തേക്ക്. ഞാൻ കുറച്ച് ബോൾഗാട്ടി പാലസ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങാണ്. പക്ഷെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാണ് അല്ലേ? നമുക്കിതിപ്പോ എന്റെ എന്താ, ഞാൻ കുറച്ചേരം ഇവിടെ കടന്നുറങ്ങുമായിരിക്കും. ഇവര് പോയി കുറച്ചേരം കറങ്ങട്ടെ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോകാന്നാണ് വിചാരിക്കണത്. എന്നിട്ടോ രാത്രി നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളിന്ന് ഇവിടെ സ്റ്റേ ഓവർ ആണല്ലോ ഗൈസ്. അപ്പൊ നിങ്ങൾ പൊക്കോ, നിങ്ങളിപ്പോ എൻജോയ് ചെയ്തിട്ട് വാ. നന്നായി നല്ല പിള്ളേരൊക്കെ ആയിട്ട് ചില്ല് ചെയ്ത് വരും. അപ്പൊ ബായ്. അവര് പോയി നടക്കാനൊക്കെ ആയിട്ട് ഞാനിവിടെ സൈഡായിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. കാരണം നല്ല ടയേർഡാണ് ഗൈസ്. അവരെന്താ ടയേർഡാവാത്തെന്ന് എനിക്കറിയത്തില്ല. ഞാനാണ് ഇവിടെ അമ്മേൻ്റെ പ്രായം, അമ്മയ്ക്കാണോ എന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഞാനെന്തായാലും ടയേർഡായി. അപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങാമെന്ന് ഓർത്ത് നല്ല സുഖമായിട്ട് കിടക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഞാനൊന്ന് കടന്നപ്പോഴത്തേക്കും ആണെങ്കിൽ നേരെ സുന്ദാൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു കാർ അവിടെ നിന്ന് മാറ്റിയിടണം, എന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. അപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി ഗൈസ്. നേരെ ഡ്രസ്സ് മാറി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിവിടേക്ക് തന്നെ വരും. എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകേണ്ടതെന്നുള്ള തീരുമാനമായിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് നല്ല റഹ്മാനി ബിരിയാണി അടിച്ചിട്ട് വയറ് നല്ല നിറഞ്ഞാണ് ഇരിക്കുന്നത്. വിശക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ കഴിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും വിശക്കാൻ തുടങ്ങും. സോ ആ വിശപ്പ് പിന്നെ വിശക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ തന്നെ പോയി ഫുഡ് കഴിക്കാം. ഓക്കെ, ലിഫ്റ്റ് വരട്ടെ. റെഡി ഗൈസ്, റെഡി. ഇതാണ് എൻ്റെ കീ, കണ്ടോ? എൻ്റെ കയ്യിൽ എൻ്റെ കീ ഇരിക്കുന്നത്. നമുക്കിപ്പോൾ നേരെ പോയി നോക്കാം. എങ്ങോട്ടാ പോന്നേ? കേറ് കേറ്. വണ്ടി ഇടാൻ വേണ്ടിയാണോ നമ്മൾ മൂന്നുപേരും ഇവിടെ ചുമ്മാ മറൈൻ ഡ്രൈവിൽ കയറി വെറുതെ കടയിൽ കയറി ഇറങ്ങാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വന്നതാണ്. ഒരു ഇലക്ട്രോണിക്സ് കടയിൽ കയറി കാറിലേക്ക് ഒരു ഫോൺ ഹോൾഡർ മേടിക്കാനുണ്ട്. അങ്ങനത്തെ ചില പരിപാടികളൊക്കെ അല്ലേ? യാ, നോക്കിയപ്പോൾ ഫുൾ അടവാണ്. ഇവർക്കിത് തന്നെ വേണം. ഞങ്ങളിത് 1000 തവണ പറഞ്ഞത് എന്നിട്ട് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. മറൈൻ ഡ്രൈവിൽ വന്നപ്പോൾ ആരുമില്ല ഗൈസ്. നോക്ക്, ഫുൾ കാലിയാണ് അല്ലേ? കാലി. അവിടെ കുറച്ച് പിള്ളേർ ഇരിപ്പുണ്ട്, കുറച്ച് പോലീസ് ഉണ്ട്, അല്ലാണ്ട് വേറെ ആരുമില്ല. അതെന്താന്നറിയോ? എന്തായിരിക്കും? മഴ കണ്ടിട്ട് പോയതാന്ന് എനിക്ക് തോന്നണില്ല. എന്താന്ന് ആർക്കറിയാം? കടകളൊക്കെ അടച്ചു നമ്മ കണ്ടില്ലേ?
അല്ല, ഇങ്ങോട്ടാണെങ്കിലും 2 സ്ഥലത്തേക്കാണെങ്കിലും ഇത് അവിടെ നിന്ന് കുറച്ച് പേര് നടന്നു വരുന്നുണ്ട്. ഇച്ചിരി അങ്ങോട്ട് നടന്ന ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പൊ ആണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഒരു കടയിൽ കയറിയിട്ട് ഒരു ഫോൺ ഹോൾഡർ മേടിക്കാൻ വേണ്ടി പോയതാണ്. കാറിൽ ഫോൺ ഹോൾഡർ മാപ്പ് ഒക്കെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഹോൾഡർ മേടിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞ് അവിടുന്ന് ജസ്റ്റ് അവര് ട്രൈ ചെയ്യിപ്പിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ കാറിൽ വന്ന് വെക്കാന്ന് വിചാരിക്കുമായിരുന്നു. അപ്പത്തേക്ക് ഓൾറെഡി അമ്മ ഒരെണ്ണം കൂടെ എക്സ്ട്രാ മേടിച്ചു വീട്ടിലത്തെ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വന്ന് വെച്ച് നോക്കിയപ്പോ അത് സക്ഷൻ ആയിട്ട് നിൽക്കുന്നില്ല കാറില്. ഓക്കെ, അത് ആ പ്രൊഡക്റ്റ് ഇച്ചിരി ഫ്ലോപ്പ് ആയി നമ്മുടെ കാറിൽ വെച്ചപ്പോഴത്തേക്കും. സോ അമ്മ ഇപ്പൊ തിരിച്ച് അമ്മ ഓൾറെഡി എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റും കൂടെ വാങ്ങി പോയായിരുന്നല്ലോ. അപ്പൊ രണ്ടും കൊണ്ട് ഇപ്പൊ തിരിച്ച് അമ്മയും സുന്ദാന്റിയും കൂടെ പോയേക്കുവാണ്. എനിക്കാണെങ്കിൽ വയ്യ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി സംസാരിച്ച് റെഡിയാക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അവർ വന്നതിന് ശേഷം നമുക്ക് ചോദിക്കാം എന്തായി, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഇഷ്ടമല്ല. ഇങ്ങനത്തെ പരിപാടികൾ അറ്റൻഡ് ചെയ്യുക, തിരിച്ച് കടയിൽ പോയിട്ട് ഇത് പറഞ്ഞ് ഇതാക്കി എടുക്കുക എനിക്കിഷ്ടമല്ല. എനിക്ക് മടിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, അവർ രണ്ടുപേരും വരുന്നുണ്ട്. എന്താ പക്ഷെ അവരുടെ കയ്യിലൊരു കവറുണ്ട്, എന്താ നോക്കാം. കയ്യിൽ കവർ കാണുന്നുണ്ട്. എന്തായി ഒരെണ്ണം മറ്റേ പൊട്ടിക്കാത്ത അങ്ങോട്ട് എടുത്തോ, മറ്റേ എടുത്തോ. അതവിടെ പിന്നെ അവർ ഒട്ടിച്ചു നോക്കിയേ, പറിച്ചെടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ അവിടെ പറിച്ചെടുക്കാനാ. അപ്പൊ ഇവിടുത്തെ പ്രശ്നമാണെന്നാ? ഈ പ്രശ്നമാണെന്ന് തോന്നുന്നു. എയർ കയറുന്നുണ്ട്, അതാന്ന് തോന്നുന്നു. വെന്യൂല് ഇങ്ങനെയല്ലേ കാറിന് വേണ്ടി ചെയ്യുമ്പോ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അത് അപ്പത്തേക്ക് നമ്മളിപ്പോ മറ്റേത് വെന്യൂന്റെ എന്ത് ചെയ്യും? വെന്യൂല് പറ്റുമോ? ഇവിടെ വെക്കാൻ പറ്റുമായിരുന്നോ? ഇവിടെ വെക്കാൻ പറ്റുമോ? അത് നമുക്ക് നോക്കാം. ഇതോ? അപ്പൊ ഇതിനി ഇവിടെ വെക്കാൻ നോക്കിട്ട് എങ്ങാനോ ഇനി മറ്റേ വർക്കായില്ലെങ്കിലോ? പൈസ തിരിച്ചു കിട്ടിയോ? 600 തിരിച്ചു കിട്ടിയോ? അല്ല, പൊളിച്ചത് ഓക്കെ, പൊളിച്ചതല്ല നമ്മൾ എടുത്തത്. നമുക്കിത് വെച്ച് നോക്കാം. നമുക്ക് വെച്ച് നോക്കാം. നിനക്ക് ഇത് വെക്കാന്ന പോലെ അതിൽ വെക്കാൻ ശരിക്കും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കിക്കേ, ആണോ? പക്ഷേ അല്ല, എന്നാലും നോക്കിയേ, അത് അടക്കിയിട്ട് അതെ. പക്ഷെ ഇത് കണ്ടോ? ഇല്ല, വരുന്നുണ്ട്. അപ്പൊ എന്തോ പ്രശ്നമുണ്ട് എനിക്ക്. നോക്കിയേ, അല്ല അത് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പോ അമ്മ അവിടുന്ന്. അമ്മ ഒന്ന് മര്യാദയ്ക്ക് വരച്ച് നോക്കിയേ, പറ്റുമായിരിക്കും. പോ, വരുന്നില്ല. ഒരു മിനിറ്റ്, അവിടെ വല്ലോ. നിന്റെ ടവലുണ്ടോ? ഇവിടെയാ വേണ്ടി. അവിടെ ഒട്ടിച്ചോ, അവിടെ ഒട്ടിച്ചോ നോക്കിയേ. ഓ, വരുന്നുണ്ടോ നോക്ക്. കണ്ടോ? അതെന്താ അവിടെ വരാത്ത? പുറത്തുനിന്ന് ഇപ്പൊ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്, എന്താണ് ആവുന്നേ നോക്കാം. ലോക്ക് ചെയ്ത് നോക്കിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ട്, കണ്ട. അപ്പൊ ഡിഫറെന്റ് ഗ്ലാസ് ആണോ എല്ലായിടത്തും? വരുന്നുണ്ടോ? ഒട്ടിച്ചു വെച്ചിട്ടിരിക്കുക. നോക്കിയേ, ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയേ, പറ്റുന്നുണ്ടോ? അത് തുറന്നു വരുന്നുണ്ടോന്ന്? ഇല്ല. 3 പേരും കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് തിന്നാൻ പോവുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രാത്രി നേരത്തെ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഹാജി അലിയിലേക്ക് കയറുന്നത്. എന്തെങ്കിലും ചാട്ടോ ജ്യൂസോ ഒക്കെ കഴിക്കാൻ ഓർത്തിട്ടാണ് കയറിയത്. ഇതാണെങ്കിൽ ഞാൻ അമ്മയോട് ഇങ്ങോട്ട് എന്നുള്ള രീതിയിലുള്ള ആക്ഷനാണ്, എന്താണെന്ന് ആർക്കറിയാം. അപ്പം ഞങ്ങൾ അങ്ങനെ പാനിപുരിയും അതുപോലെ തന്നെ ദഹിപുരിയും ആണ് ഓർഡർ ചെയ്തത്. എനിക്ക് ചാട്സ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എസ്പെഷ്യലി ദഹിപുരി ആൻഡ് പാനിപുരി. പാനിപുരി ആണെങ്കിൽ അതെടുത്ത് അതിൻ്റെ അകത്തേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് അത് കഴിക്കണ സമയത്ത് എന്തൊരു ടേസ്റ്റ് ആണല്ലേ. നല്ല സ്ഥലത്തുനിന്ന് കഴിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രം കേട്ടോ, വൃത്തിയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് കഴിക്കാം. നെക്സ്റ്റ് ദഹിപുരി ആണെങ്കിലും ഭയങ്കരമായിട്ടും ആ തൈരൊക്കെ വെച്ചിട്ട് എന്ത് രസം. ഇത് മൊത്തത്തിലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റുന്നവരുണ്ട്, എനിക്ക് പറ്റിയില്ല. അപ്പോഴത്തേക്കും നമ്മൾ 3 പേരും പിന്നെ അത് ഹാഫാക്കി കഴിച്ചിട്ട് അവസാനം ജ്യൂസും കുടിച്ച് എല്ലാം റെഡി ആയിട്ടാണ്, തീർത്ത് വറ്റിയിട്ടാണ് നമ്മൾ 3 പേരും അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഹാപ്പിയായി എല്ലാവർക്കും. അപ്പോൾ ഗൈസ്, ഇന്നലെ നമ്മൾ ഹാജേരിയുടെ അവിടെ നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിപ്പോയി അല്ലേ? അതന്നെ, ഹോട്ടലിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിപ്പോയി ക്ഷീണിച്ചിട്ട്. അപ്പം അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ ഇത് രാവിലെ എണീറ്റിട്ട്
ഹോട്ടലിൽ വരുമ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കടന്നുറങ്ങുവാണെങ്കിലും രാവിലെ എണീറ്റ് അപ്പം ഡ്രസ്സ് മാറി നേരെ അങ്ങോട്ട് പോകണം. കാരണം പൈസ ഉള്ളത് നമ്മൾ കൊടുത്താണല്ലോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഉറക്കത്തൊന്നും പുള്ളി എണീറ്റിട്ടില്ല, പക്ഷെ നമ്മൾ പോവും. അപ്പോൾ പോവാം. രണ്ടുപേരും പുള്ളിപ്പുള്ളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നോക്കട്ടെ, തിരിഞ്ഞവര് ഹായ് പറഞ്ഞേ. ഹായ്. രാവിലത്തെ വിറ്റമിൻ ഡി ഒക്കെ കുറച്ച് കൊണ്ട് നല്ല ആരോഗ്യപരമായി പോകാമെന്ന് ഓർത്ത് നമ്മൾ നടന്നു പോകുന്നതാണ്. പോകുന്ന വഴിക്കാണെങ്കിലും നല്ല രസമാണ് ആ ഭാഗം മൊത്തം കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ട് നമ്മൾ സൺ കിസ്ഡ് ആയിട്ടുള്ള ഒരു മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ റെസ്റ്റോറൻറ്റ് അടയ്ക്കാൻ ഒരു 1/4 മണിക്കൂർ സമയമായിട്ടുണ്ടായിരുന്നു. അറിയാലോ, നമ്മൾ ഉറങ്ങി എണീറ്റ് നേരെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. എൻ്റെ അവിടെ പോയപ്പോൾ ഫുഡും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അത് ഞാൻ രാവിലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡി ആയിട്ട് പിന്നെ കുറച്ചുകൂടെ ഒന്ന് കാണാം, കുറച്ചുകൂടെ ഒന്ന് അപ്പുറത്തേക്ക് പോകാമെന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനൊക്കെ കണ്ടു. കുറച്ച് നേരം നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒക്കെ നമ്മൾ ഇവിടെ രാവിലെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ട് വന്നിട്ട് ഒന്ന് ചാടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടിയില്ലേ? ഓ, വിട്ട് വെക്കുന്ന സമയത്ത് വീഡിയോ കോള്. രണ്ടുപേരും വർത്തമാനത്തിലാണ്. ഞാനുണ്ട് ഇവിടെ ഇങ്ങനെ. അവര് ഇവിടേക്ക് മാറി നിൽക്കുവാണെങ്കിലും വീഡിയോ കോൾ ചെയ്യും. ഇന്നലെയും കുറേ വീഡിയോ കോൾ ചെയ്ത്, ഇന്നും കുറേ വീഡിയോ കോൾ ചെയ്തു. ചിന്നു ഇവിടെ ഉണ്ട്, ചോദിച്ചല്ലോ. ചിന്നു ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പോവാണ് തിരിച്ച്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേക്കേഷൻ? അടിപൊളിയായിരുന്നു. ഉറക്കെ പറയണം മിസ്റ്റേഴ്സ്. അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്താണ് എന്നിട്ട് പറ. എവിടെ? എനിക്ക് സൈക്കിൾ ഔട്ടാ അല്ലേ? എനിക്ക് സൈക്കിൾ ഔട്ടണം. പഞ്ചറായിട്ടൊന്നുമില്ലല്ലോ ആ കുഞ്ഞ്. ഇല്ല, പഞ്ചറായിട്ടില്ല. അല്ല സുന്ദരി, മറ്റിതെടുത്തോ. ആണോ? ഓക്കെ. അമ്മ വരുന്നില്ല? അമ്മയ്ക്ക് അറിയില്ലല്ലോ. അമ്മ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നതല്ലേ? സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്കാണ് സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ട്. ഇതുവരെ ചവിട്ടിയിട്ടില്ല. ഓ, എന്നാ പിടിക്ക്. നീ സൈക്കിൾ ഔട്ടുന്നായിരുന്നല്ലോ. ഒരുമിച്ച് പോകൂ. തിരിച്ചെത്തിയേക്കുന്നു. അമ്മ ഓടിക്കുന്ന ദേ. അപ്പൊ ഇവരിതാ ഫുൾ ലഗേജ് ഒക്കെ നിറയ്ക്കുവാണ്. നമ്മൾ പോവാണ് ഗൈസ്. നമ്മൾ ബോൾഗാട്ടി വിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ ജീവിതം ഒരു ദിവസത്തെ സ്റ്റേക്കേഷൻ കഴിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്തായാലും എടുത്തിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ, ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ വിട്ടിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ പ്ലേസ്. ഓക്കെ, നമ്മൾ ചുമ്മാ ഒരു സ്റ്റേക്കേഷന് വേണ്ടി വന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് വെറുതെ 3 ലേഡീസ് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിന്നതാണ്. അടഞ്ഞോ? ബാ കേറിക്കോ. അടഞ്ഞു. അടഞ്ഞു. എന്ത് എന്നാ? അതാ ട്രൈപോഡ് എവിടെ? ബാക്കി വെക്കാൻ കിട്ടിയില്ലേ? കേറിക്കോളൂ. നമ്മൾ എൻഡ് ചെയ്യാനല്ലേ വ്ളോഗ്? പറയണ്ടേ നമുക്ക്? എന്ത്? അതെടുത്ത് കളയാം. അപ്പൊ നമ്മൾ ബൈ പറയണ്ടേ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറ. അപ്പൊ ഗൈസ്, നമ്മളുടെ സ്റ്റേക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേക്കേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളി. അപ്പൊ അത്രേ ഉള്ളൂ. വേറെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. ഇച്ചിരിയും കൂടെ ഉണ്ട്.
ഇച്ചിരിയും കൂടെ ഒക്കെ കാര്യങ്ങളുണ്ട്. പോവാണ് നമ്മളപ്പോ. ഏതായാലും ഇവിടെ വന്ന കാര്യങ്ങൾ ഭംഗിയാണ്. ബോൾഗാട്ടി നല്ലായിരുന്നു അല്ലേ? നല്ലായിരുന്നു. റൂമൊക്കെ ഇത്തിരി ചെറുതാണെങ്കിലും ബാക്കി എല്ലാം 3 പേർക്ക് റൂം പോരാ. റൂം കുഞ്ഞായിരുന്നു. 2 പേർക്കാ റൂം കുഴപ്പമില്ല. 3 പേരാകുമ്പോ കുറച്ചുകൂടെ വലിയ റൂം. സറൗണ്ടിങ് ഒക്കെ അടിപൊളി. നല്ല ഭംഗിയാണ് പുറത്തൊക്കെ കാണാൻ. ബിഗ് ബോസ് ഷൂട്ടിംഗ് നടന്ന സ്ഥലം കണ്ടു. ബിഗ് ബോസ് അല്ല മൈ അല്ല സോറി ബോസ്. ബിഗ് ബോസ് ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടു. ബിഗ് ബോസ് എപ്പോഴാണ്? ഓക്കെ, അതൊക്കെ ഇപ്പൊ എവിടേക്ക് വന്നു. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. See you in the next video. See you. Ciao, bye. Like and Share and subscribe.